മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുനാഥൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുന്ന ഈ വലിയ ആഴ്ചയിലെ നഴ്സസ് ടൈമിൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലോകം ഇന്ന് കൊറോണ മഹാമാരിയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ ബലികഴിച്ച് മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത ക്രിസ്തുനാഥൻ്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കട്ടെ. ഇന്ന് ഷാർജ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുമുള്ള ഒരു നേഴ്സിൻ്റെ കുടുംബം അവരുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ച സഹനങ്ങളെ നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ സഹനങ്ങൾ എങ്ങനെ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപങ്ങളാക്കി മാറ്റാമെന്നും അതിനുള്ള കൃപയ്ക്കും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ സഹനങ്ങളെ ക്രൂശിതനോട് ചേർന്ന് നിന്ന് സഹിച്ചുകൊണ്ട് നമുക്കും ഇങ്ങനെ പറയാം, ഈ സഹനങ്ങൾക്കപ്പുറം സന്തോഷമുണ്ടെന്ന്, അതേ ദുഃഖവെള്ളിക്കപ്പുറം ഉത്ഥാനമുണ്ടെന്ന്. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിടുമ്പോൾ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പത്താമ്പിൽ അറിയാമെങ്കിലും ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജെയിൻ. ഞാൻ ദുബായ് വർക്ക് ചെയ്യുന്നു. 31 വർഷമായിട്ട് ദുബായിലുണ്ട്. ഞാൻ ദുബായ് വർക്ക് ചെയ്യുകയും ഷാർജ താമസിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ്. ബാക്കി കാര്യങ്ങൾ ജെസ്സി പറയട്ടെ. എൻ്റെ പേര് ജെസ്സി. ഞാൻ ദുബൈയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ 30 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് റിൻസിക്ക് അറിയാമല്ലോ. ജെസ്സിജി, എനിക്കറിയാം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ബുധനാഴ്ച ദിവസങ്ങളിൽ നടക്കുമ്പോൾ കൊറോണയ്ക്ക് മുന്നേ സമയത്ത് ചേച്ചി എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ടായിരുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കുടുംബമായിട്ടും ദേവാലയമായിട്ടും ഒത്തിരി അടുത്ത് നിൽക്കുന്നവരാണ്, നമുക്കറിയാം. എന്നാൽ ഈ 2-3 മാസങ്ങൾക്ക് മുൻപ് ഒരു സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും റിൻസി പറഞ്ഞത് ശരിയാണ്. ഞാൻ എല്ലാ ആഴ്ചകളിലും തന്നെ മുടങ്ങാതെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും നമ്മുടെ നേഴ്സസ് കൂട്ടായ്മയ്ക്കും വന്നുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഈ കൊറോണ തുടങ്ങിയപ്പോൾ ഒരു ഇച്ചിരി കുറവ് ഓൺലൈനിൽ കുറച്ച് ഇച്ചിരി, കാരണം വീട്ടിൽ ചിലപ്പോൾ സൗകര്യം കിട്ടുന്നിരിക്കുകയല്ല. അതുകൊണ്ട് അങ്ങനെ അന്ന് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഗുണം എനിക്കിപ്പം ഞാൻ അനുഭവിച്ച് ഒരു അവസ്ഥയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇപ്പം എനിക്കൊരു അനുഭവമായിട്ട് എൻ്റെ ആ സഹനങ്ങളിലൂടെ കടന്നുപോയ ആ സമയത്ത് ശരിക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് എന്നെ ഇന്ന് നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ സഹനത്തിന്റെ സമയത്ത് ചേച്ചിക്ക് സഹനങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അന്നുണ്ടായിരുന്ന പ്രാർത്ഥന ചേച്ചിയെ സഹായിച്ചു എന്തായിരുന്നു എന്ന് അവരോടൊന്ന്. അത് ഈ ഒക്ടോബർ 7-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ജെയിന് കോവിഡ് പോസിറ്റീവായിട്ട് ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ വലിയ കുഴപ്പമില്ലാതിരുന്ന സമയം അന്നേരം ചെറുതായിട്ടുള്ളൊരു പനിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഹോം ക്വാറൻറ്റൈനിൽ പോരാനായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ എഗ്രി ചെയ്തു. ഇങ്ങനെ ഹോം ക്വാറൻറ്റൈനിൽ പോകുന്നു. ഞങ്ങൾ ദുബൈയിലാണ് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ ഷാർജയിൽ താമസിക്കുന്നത് കൊണ്ട് അവർ ഷാർജ മിനിസ്ട്രിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം കാരണം. അപ്പോൾ ഇവിടെ ഷാർജ മിനിസ്ട്രിയിൽ അവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളത് പോസിറ്റീവായിട്ടുള്ളവർ അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവരവിടുന്ന് വിളിച്ചു, നിങ്ങളിവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ വന്നിട്ട് വാച്ച് കയ്യൊക്കെ കിട്ടും നമ്മളെ ട്രേസ് ചെയ്യാനായിട്ട്. നമ്മൾ പോസിറ്റീവായിട്ട് പുറത്തൂടെ ഇറങ്ങി നടക്കുന്നത് ട്രേസ് ചെയ്യാൻ വേണ്ടി വാച്ച് കെട്ടിത്തരും. അപ്പോൾ ആ വാച്ച് പിന്നെ നമുക്ക് ഊരാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ സ്ക്രൂ ചെയ്ത് അവർ ടൈറ്റ് ചെയ്ത് വെക്കും. പിന്നെ അത് വെള്ളത്തിൽ നമുക്ക് കുളിക്കുന്നതിന് അങ്ങനെയൊന്നും കുഴപ്പമില്ല.
അപ്പോൾ അങ്ങനെ അതിന് പോകുന്നത് എങ്ങനെയാണ്, പോകുന്നതിന് പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞ ദിവസം തൊട്ട് പുള്ളിക്കാരനും ഹസ്ബൻഡിന് ഭയങ്കര പനിയായിരുന്നു. പനി കാരണം എങ്ങനെ പോകുന്നെന്നുള്ളൊരു വിഷമത്തിലിരിക്കുന്നു. പിന്നെ എന്തായാലും പ്രാർത്ഥിച്ച് ഞാൻ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് പാരസെറ്റാമോൾ കൊടുത്തിട്ട് ഹസ്ബൻഡ് തന്നെ ഡ്രൈവ് ചെയ്ത് പോയി. അവിടെ ചെന്ന് അവർ എക്സ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ്റേ നോർമലായിരുന്നു. കാരണം പനി ഉണ്ടായപ്പോൾ എനിക്ക് ചെറിയ പേടിയായിരുന്നു. എന്നാലും എക്സ്റേ നോർമലാണെന്ന് കേട്ടപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവമേ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് സമാധാനിച്ചു. പിന്നെ തിരിച്ചു വന്നിട്ടും പനി നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തേക്ക് പനിയായിരുന്നു. അപ്പോഴും ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പിള്ളേർക്കൊക്കെ ആണെങ്കിലും വൈറൽ ഫീവർ വരുമ്പോൾ ഇങ്ങനെ പനി നിൽക്കാറില്ല, അതുകൊണ്ടായിരിക്കും, കുഴപ്പമില്ല, അപ്പം നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ പ്രാർത്ഥനയുടെ ബലത്തിൽ അങ്ങനെ പോയി. പിന്നെ ഞാനിങ്ങനെ എനിക്കും ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു സാച്ചുറേഷൻ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് കുറവ് വല്ലതും ഉണ്ടെങ്കിൽ പേടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്ന് സാച്ചുറേഷൻ പ്രോബ് മേടിച്ചു. സാച്ചുറേഷൻ ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, പിന്നെ ഗ്രാജ്വലി കുറയാൻ തുടങ്ങി. അങ്ങനെ സാച്ചുറേഷൻ 94, 93 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു പേടി തുടങ്ങി. അപ്പോൾ ഇത് എവിടെ കൊണ്ടുപോകണം, കാരണം അവർ പറഞ്ഞു വാച്ച് കെട്ടിയാൽ പിന്നെ പുറത്ത് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇത് എവിടെ കൊണ്ടുപോകണം എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവർ തന്ന നമ്പറിലെല്ലാം കോൺടാക്ട് ചെയ്തിട്ട് ഒരു ആൻസറും ഇല്ല. ആകെ ഒരു ടെൻഷനിലായിരുന്നു. അപ്പോഴും ഞാൻ ദൈവത്തെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം ഒരു വഴി കാണിച്ചു തരണേ എന്ന് ഓർത്തുണ്ട്. അപ്പോഴെനിക്ക് ശരിക്കും ഒരു വചനം ഓർമ്മ വന്നു. നമ്മൾ യെശയ്യാ 45:2 പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ ഇരുമ്പോടമ്പലുകൾ ഒടിക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യുമെന്ന്. അത് ശരിക്കും എനിക്ക് അന്വർത്ഥമായിട്ട് തോന്നി. കാരണം ഞാനിങ്ങനെ നിസ്സഹായാവസ്ഥയിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഈ അൽഹോസിൻ്റെ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു. കാരണം മറ്റേ ക്ലിനിക്കിലെ നമ്പറുകൾ ആരും എടുക്കുന്നില്ല. ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫൈനലി എനിക്ക് ദൈവം കൊണ്ട് തന്നതുപോലെ ഒരു ഡോക്ടറെ ലൈനിൽ കിട്ടി. ഇടപെട്ടു എന്നുള്ളത് അത് ശരിക്കും എനിക്ക് മുമ്പേ പോയി ദൂതന്മാരെ അയച്ച് അത് വചനം അന്വർത്ഥമായതായിട്ട് എനിക്ക് തോന്നി. അവിടെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ആദ്യം പറഞ്ഞു ഇത് മരുന്നെടുത്താൽ മതി, പനിയിലാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തത്, അപ്പം മരുന്ന് എടുത്താൽ മതി, പുള്ളി ഇത് ഡോക്ടർ കുറച്ച് മരുന്നിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നു, അത് ഉപയോഗിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓക്സിജൻ കുറവാണ്. അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആംബുലൻസിനെ വിളിച്ചിട്ട് ആംബുലൻസ് വന്ന് അവർ അസസ് ചെയ്തിട്ട് അവർ ഡിസൈഡ് ചെയ്യും എന്താണെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴേ എനിക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചോദിക്കാൻ, കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവിടെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു കംഫർട്ടബിൾ ആണെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാനത് ചോദിക്കാൻ എനിക്ക് ചോദിച്ചാൽ ഇവർ പെർമിഷൻ തരിക എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കാരണം ഞാനിങ്ങനെ പേടിച്ചിരുന്നിട്ട് പിന്നെ എന്തോ ഞാനിങ്ങനെ അവിടെ ചെയ്തപ്പം ഡോക്ടർ ഇങ്ങനെ ഈ മെഡിസിൻ കൊടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പം ഡോക്ടർ തന്നെ എന്നോട് ഇങ്ങോട്ട്, അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. എനിക്ക് അവിടെ ഡോക്ടർ തന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ദുബൈക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ചേച്ചി മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അത് ദൈവം നടത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പെർമിഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല, അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എഗ്രി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പെർമിഷൻ തന്നാൽ മതി, പിന്നെ ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞു. കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് ആൻസർ കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഡോക്ടർ മെസ്സേജ് ഇട്ട് കൊണ്ടുപോകാം, നിങ്ങൾ കൊണ്ടുപോക്കോ, അവിടെ ചെന്നിട്ട് പിന്നെ അപ്ഡേറ്റ്സ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ ഇടപെടൽ. ഞാൻ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ അവിടെ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു, എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പം ന്യൂമോണിയയായ, പിന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ശരിക്കും റിൻസി, ഈ സമയത്ത് യെശയ്യാ 45:2 പറയുന്നുണ്ടല്ലോ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന്. ആ വചനം ശരിക്കും ഈ ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ആ വചനം ഓർത്ത് അതെനിക്ക് ജീവിതത്തിൽ അന്വർത്ഥമായി തീർന്നത്. ചേച്ചി ഈ കാര്യം ഷെയർ ചെയ്തപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ജോഷുവയുടെ പുസ്തകത്തിൽ ജോഷുവയുടെ ദൈവം പറയുന്നുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ശരിക്കും ഈശോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് അത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. ഇനി ചേച്ചേട്ടൻ ഹോസ്പിറ്റലിൽ എത്തി അഡ്മിറ്റായി ആ സമയം അനുഭവിച്ചറിഞ്ഞ ഒരു ലോൺലിനെസ് ഉണ്ടല്ലോ, ആരുമില്ലാത്തൊരവസ്ഥ,
പിന്നെ നമുക്ക് ഓക്സിജനൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ ഓക്സിജനൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒത്തിരി ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അത് പ്രേക്ഷകരുമായിട്ടൊന്ന് പറഞ്ഞാൽ. റിൻസി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ ആദ്യം ഈ ഫസ്റ്റ് 2 ദിവസം ഇവിടെ ഈ ഹോസ്പിറ്റലായിരുന്നു, ദുബായിൽ ഹോസ്പിറ്റലായിരുന്നു. അത് ഞാൻ 2 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ ടേസ്റ്റൊക്കെ ഓക്കെ ആയി, ഒരുവിധം കാര്യങ്ങൾ നോർമലായി, സബ്സൈഡായി ഒരുവിധം. അപ്പോൾ എന്നെ അവർ ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററോളം അകലെയുള്ള ഫീൽഡ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ഒക്കെ ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്കും അവിടുത്തെ തണുപ്പ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും എനിക്ക് പനി കൂടുകയും എൻ്റെ ഓക്സിജൻ ലെവൽ ഒത്തിരി കുറയുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഓക്സിജൻ ഒരു എക്സ്ട്രാ അഡീഷണലായിട്ട് മാസ്ക് വെച്ച് ഓക്സിജൻ ഉണ്ടാക്കി വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാര്യങ്ങൾ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സെക്കൻഡ് ഡേ നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഒത്തിരി ഓക്സിജൻ്റെ ലെവൽ ഒത്തിരി കൂടേണ്ട വന്നു. 12 ലിറ്റർ വരെയൊക്കെ അങ്ങോട്ട് ഓക്സിജൻ എനിക്ക് കൺസ്യൂം, അതല്ലാതെ ഓക്സിജൻ ഇല്ലാതെ, ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് തന്നെ ഓക്സിജൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മെയിൽ സ്റ്റാഫ് അവർ ജെസ്സിയോട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പുള്ളി എന്നോട് ഇങ്ങനെ പറയുന്ന, ചേച്ചിയോട് പറ ഇവിടുന്ന് മാറ്റാൻ പറ, അല്ലെങ്കിൽ ഇവിടുന്ന് ചേട്ടൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ അത്രയ്ക്കും ഫെസിലിറ്റീസ് ഇല്ല, പുതിയൊരു യൂണിറ്റാണ്, അപ്പം എല്ലാ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മാറ്റാൻ പറഞ്ഞപ്പം ജെസ്സി വിളിച്ച് പറയുകയും ഇവരുടെ ഹോസ്പിറ്റലിൽ സംസാരിക്കുക, എന്നെ തേർഡ് ഡേയിൽ എന്നെ അവിടുന്ന് ഡേ മിഡ് നൈറ്റിൽ എന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഒരു കാര്യമുണ്ട്, ചേച്ചി പറഞ്ഞ വചനം അവിടെ വീണ്ടും വരുക അല്ലെ, ദൈവം തമ്പുരാൻ ദൂതനെ അയച്ച്. തീർച്ചയായും അതൊരു ദൈവത്തിന്റെ ഇടപെടൽ തന്നെയാണത്. എന്നെ ഷിഫ്റ്റ് ചെയ്യാൻ മിഡ് നൈറ്റിൽ എന്നോട് അവർ പറയുന്നത്, എന്നെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്, വീണ്ടും ദുബായിലേക്ക് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റാഫിനോട് ചോദിക്കുന്നില്ല. സ്റ്റാഫും ഒരു മെസ്സഞ്ചറോട് കൂടിയാണ് വീൽ ചെയറിൽ എന്നെ ഇരുത്തിയിട്ട് തള്ളിക്കൊണ്ട്. അപ്പോൾ എന്നോട് ആ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ ഓക്സിജൻ വേണോ, കുറച്ച് ദൂരമല്ലേ അങ്ങോട്ട് പോകുമ്പോൾ. ഞാൻ അത്രയൊക്കെ സീരിയസ് എനിക്ക് തോന്നിയില്ല, ഓക്കെ കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ വീൽ ചെയറുമായിട്ട് പുറത്തേക്ക് പോകുന്ന ഈ ലിഫ്റ്റ് വരെയുള്ള ദൂരം ഉണ്ടല്ലോ, ആ ദൂരം എനിക്കൊരു ഫീൽ ചെയ്യുന്ന ആ ദൂരം അങ്ങ് എത്തുന്നില്ല. എനിക്ക് ഒട്ടും ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒട്ടും ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥ വരുന്നു. അത് ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നത്. അപ്പം മുന്നോട്ട് പോകും തോറും എൻ്റെ ഓക്സിജൻ കിട്ടുന്നില്ല, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഈ മെയിൽ സ്റ്റാഫിനെ കയ്യെ കയറി പിടിച്ച്. അപ്പോൾ അയാൾക്ക് എന്തോ പെട്ടെന്ന് മനസ്സിലായി, ചേട്ടന് ഓക്സിജൻ കുറവുണ്ടില്ല, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് പോയി ഒരു സിലിണ്ടർ എടുത്ത് വന്ന് കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ജീവൻ വന്നെന്ന് പറയാം. സങ്കീർത്തനത്തിൽ 94:18 പറയുന്ന പോലെ, എൻ്റെ കാൽ വഴുതി വീഴുമ്പോഴത്തേക്കും അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങുന്നു എന്നുള്ള ആ വചനം അന്വർത്ഥമായെന്ന് എനിക്ക് അന്നേരം തോന്നുന്നു. ശരിക്കും ഞാൻ ലിഫ്റ്റിൽ വരെ എത്തി എന്ന് ഞാൻ പറഞ്ഞില്ല, എന്നെ വീൽ ചെയറിൽ ലിഫ്റ്റ് വരെ കൊണ്ടുവന്നു, അവർ ഓക്സിജൻ കണക്ട് ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സെയിം ആ മൊമെൻറ്റിലാണ് ഞാൻ ആലോചിച്ച് ശരിക്കും ദൈവം നമ്മളെ എന്തോരം കരുതുന്നു എന്നുള്ളതിനൊരു തെളിവാണ്. കാരണം എത്രയോ നമുക്ക് ഈ ഭൂമിയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന, അതായത് ഓക്സിജന്, വെള്ളം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇത്രയും നാളും ആരോടും ഒരു കടബാധ്യത ഇല്ലാതെ ശ്വസിച്ചുകൊണ്ടിരുന്നു. അതൊരു നിമിഷം അതില്ലാതെ വന്നപ്പോഴുള്ള ആ ബുദ്ധിമുട്ട് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഒരിക്കലും ശരിക്കും തമ്പുരാനെ ഓർത്തിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഇല്ലാതിരുന്നപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും നമ്മൾ തന്നെ ദൈവത്തെ പഴിച്ചിട്ടുണ്ട്. എനിക്ക് എന്നാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന ആ ഒരു പഴിക്കുന്നതിനെ ശരിക്കും ആ ഒരു നിമിഷം നമ്മൾ വിലമതിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സൗകര്യങ്ങളില്ലാതെ ഒരു മൈന്യൂട്ട് സെക്കൻഡ് വന്നപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, അത് തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചറിഞ്ഞു, അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എന്നെ അവിടുന്ന് ആംബുലൻസിൽ ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ശരിക്കും ആ പോരുന്ന വഴിക്കൊക്കെ അവിടെ വരെ വന്നത് ഞാൻ ഓർക്കുന്നുള്ളൂ. എനിക്ക് ഒരു ഹാഫ് കോൺഷ്യസ് അല്ല ഞാൻ അവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ ഇപ്പോഴും ഞാനത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ വരികയും ഇവിടെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞു. ഞാനിവിടെ കണ്ടതായിട്ട് ഓർക്കുന്ന പോലുമില്ല. അങ്ങനെ ഒരു 3-4 ദിവസങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഹൈ ഫ്ലോ ഓക്സിജനിലേക്ക് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഈവൻ ഒരു ടോയ്ലറ്റിൽ പോകാനോ എൻ്റെ ബെഡിൽ നിന്ന് എൻ്റെ കാല് താഴോട്ടൊന്ന് താത്താനോ പോലും പറ്റാത്ത ഒരു അത്രയ്ക്ക് വീക്ക്നെസ് ആയിരുന്നു. ഒരു ഫോണിൻ്റെ കേബിൾ ഒന്ന് എടുക്കാൻ പോലും മറ്റൊരാളുടെ ഹെൽപ്പ് വേണം. ടോയ്ലറ്റിൽ പോകണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവള് ജെസ്സി അവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ടോയ്ലറ്റിൽ പോക്കും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയി. കാരണം വെച്ചാൽ എല്ലാ കാര്യത്തിനും സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്യണം. എനിക്കത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇത്ര നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുക ഏതിനും അവർ പറയുന്നുണ്ട്, ഞങ്ങളെ വിളിച്ചാൽ മതി, നീ ബെല്ലടിച്ചാൽ മതി, ഞങ്ങളിവിടെ ഉണ്ട്, എപ്പോഴും ഇവിടെ ഉണ്ട്, നോ പ്രോബ്ലം, പേടിക്കണ്ടെന്ന് പറയും. പക്ഷേ എനിക്കെന്തോ ഭയങ്കരമായിട്ട് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇവള് ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ അവിടെ വരുന്ന
ആ ഒരു ടൈം വെയിറ്റ് ചെയ്യും, ഈവൻ ഹോസ്പിറ്റൽ ടോയ്ലറ്റിൽ പോകാനും. കാരണം ഇത് ഓക്സിജൻ ഇതിലേക്ക് കണക്ട് ചെയ്യണം, സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യണം, ആരെങ്കിലും ഒരു സപ്പോർട്ടോടുകൂടി ടോയ്ലറ്റിൽ പോവുക, ബാക്കി എന്തെങ്കിലും ദേഹം തുടയ്ക്കുക അല്ലെങ്കിൽ കുളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റത്തില്ലാത്തൊരവസ്ഥ ആ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും അന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു ജെസ്സി പറഞ്ഞതും അവിടുത്തെ സിസ്റ്റർ, അവിടെ ഒരു സിസ്റ്റേഴ്സ് എപ്പോഴും എന്നെ വിസിറ്റ് ചെയ്യും, ഇവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അവർ പറഞ്ഞൊരു പ്രാർത്ഥന, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും. ഞാനതൊരു ഈ പറഞ്ഞ പോലെ ഒരു സുഹൃദേവം പോലെ എപ്പോഴും ചൊല്ലിക്കൊണ്ടായിരുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം എന്നെപ്പോഴും ഇവരെപ്പോഴും പറയുകയും അത് ഞാൻ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുതൽ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഞാനൊരു ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് ഒരുവിധം ഒത്തിരി ബെറ്ററായി. ശരിക്കും എനിക്കതൊരു ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് തന്നെ ഇപ്പോഴും ദൈവത്തോട് അതേ പ്രാർത്ഥനയുള്ളൂ, മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഈ രോഗത്തിനുള്ളൊരു പ്രശ്നവും കൂടെ പറഞ്ഞാൽ, എനിക്കിപ്പം ഇവളവിടെ ഉണ്ട്, ജെസ്സി ഉണ്ട്, ഇടയ്ക്ക് വരുന്നു കാണുന്നു, എനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഈ സ്റ്റാഫൊക്കെ ആണെങ്കിലും ഭയങ്കര ഇൻറ്റിമേറ്റ് ആണ്, ഒത്തിരി വരികയും കാണുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ ബാച്ചിലറായിട്ട് ഞാൻ അപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ബാച്ചിലറായിട്ടും അവിടെ ഉള്ളവർ ഈ ഫീൽഡ് ഹോസ്പിറ്റലുകളിൽ പോവുകയും ഹോസ്പിറ്റലിൽ കിടക്കുകയും എന്തോ ആ ലോൺലിനെസ് ആണ് ഈ അസുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സങ്ങ് മടുപ്പിക്കും, ഭയങ്കരമായിട്ട് ഡെസ്പാവും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം. പിന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു പേടിയും കൂടെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. എല്ലാവർക്കും പേടിയുണ്ട്, തോന്നാൻ മരിച്ചു പോകും, അതൊക്കെയാണ് ഇതിനകത്ത് ഒരു മെയിൻ ആയിട്ട്. ചേട്ടാ, വിലാപങ്ങൾ 3:22 കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ആ സ്നേഹം ഒത്തിരിയേറെ അനുഭവിച്ചറിയാൻ ചേട്ടന് കഴിഞ്ഞു അല്ലേ? ശരിക്കും തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചി ചേട്ടൻ ഹോസ്പിറ്റലിലായിരുന്നു. തീർച്ചയായിട്ടും വീട്ടിൽ എനിക്ക് തോന്നുന്നത് അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മകൾക്ക് നാട്ടിൽ നിന്ന് വരാൻ അല്ലേ, അന്ന് തമ്പുരാൻ കൊണ്ടുവന്നു തന്നെ പറയാം. അതേക്കുറിച്ച് ശരിക്കും ദൈവം എല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതായിരുന്നു. ഞാൻ മോള് നാട്ടിലായിരുന്നു, ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങോട്ട് വരണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, ഈ ഇപ്പോഴത്തെ ഫ്ലൈറ്റ് ജേർണി ഭയങ്കര റിസ്കി അല്ലേ, അതുകൊണ്ട് പോരണ്ട, പിന്നെ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ക്വാറന്റൈൻ ഇരിക്കണം, അതെല്ലാം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവളെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരു ഇതിൽ ഇരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ അവളുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്ന അവൾ കോണ്ടാക്ട് ചെയ്തപ്പം അവരും ഇതേ പോസ്റ്റിൽ ഇരിക്കുന്ന, അവർക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞ് ക്വാറന്റൈൻ ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവരും ഇങ്ങനെ വരാതിരിക്കുമായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തു, അവൾ GDRFയിൽ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. ഇങ്ങനെ ഒരു ഇതും ഇല്ലാതെ തലേദിവസം അപ്ലൈ ചെയ്തു, പിറ്റേ ദിവസം പെർമിഷൻ കിട്ടി, അപ്പോഴേ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോഴും എനിക്ക് അതിൽ വലിയ ഇതില്ലായിരുന്നു വരുന്നതിൻ്റെ ഓർത്ത്. പക്ഷേ ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, അത് ദൈവം മുൻകൂട്ടി കരുതി ചെയ്തതാണ്. അല്ലെങ്കിൽ ഞാൻ ആ ഒരു അവസ്ഥയിൽ ഞാൻ തന്നെ ഇവിടെയുള്ള സമയത്ത് എനിക്ക് എങ്ങനെ ഇതിനെ തരണം ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ മോളുടെ ആ പ്രസൻസ് എനിക്ക് ദൈവം അത്രയ്ക്ക് എന്നെ കരുതുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവം ദൈവം എനിക്കിപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനകളും ദൈവം തിരസ്കരിച്ചിട്ടില്ല. അത് ആ ഒരു പ്രാർത്ഥനയുടെ ഫലം എനിക്കിപ്പോൾ തിരിച്ചു കിട്ടിയതായിട്ട് ഞാൻ അന്നേരം ഓർക്കുന്നു. ചേട്ടൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ എനിക്കറിയാം ചേച്ചി എന്നെ വിളിച്ച് സംസാരിക്കുമ്പോഴും ആ ഒരു ഓക്കെ ചേച്ചി ടെൻഷനുണ്ടെന്നാലും ഒരു വലിയ ഭാരം തോന്നില്ല. അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞു ഓർക്കുന്നു, ഭാരമൊക്കെ കർത്താവിനെ ഏൽപ്പിച്ചേക്കുവാണെന്നുള്ളത് അല്ലേ? അതാ ശരിക്കും ആദ്യത്തെ ഒരു ദിവസങ്ങളൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ദൈവം. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രയാസം നീ അറിയുന്നല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പോഴും ഞാനിങ്ങനെ മറ്റുള്ളവരോട്, അപ്പം ഞാനിങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു ഇതിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എളിമയാണ്, നമ്മളെപ്പോഴും എളിമപ്പെട്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു എളിമപ്പെടൽ വരുമ്പം ദൈവം അത് കേൾക്കുമെന്ന് ഇങ്ങനെ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയിലും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളും, ഇപ്പം ഫ്രണ്ട്സ് പല രാജ്യങ്ങളിലുണ്ട്, അവരുടെ എല്ലാം ഗ്രൂപ്പ് വഴി എല്ലാം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എനിക്ക് അന്നേരം അതിൻ്റെ അനുഭവം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അല്ലാതെ എനിക്ക് ശരിക്കും പ്രാർത്ഥനയിലൂടെ മാത്രം ജീവിച്ചൊരു ഇതാണ് കിട്ടിയൊരു അനുഭവം. കാരണം ജയിനെ കഴിഞ്ഞും സിക്ക് അല്ലാതെ ഉള്ളവരും അതേ കഴിഞ്ഞ് നോർമലായിട്ട് കിടന്നവരും എത്രയോ പേര് എൻ്റെ മുന്നേ തന്നെ ഓരോ ദിവസവും അവിടെ ക്രാഷ് കോൾ അടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലിരുന്ന് ഇത് ചെയ്യുക. അപ്പോഴെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ഒരു കൃപ ശരിക്കും പ്രാർത്ഥനയുടെ ഒരൊറ്റ വില. ഞാൻ പിന്നെ
ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് അവിടെ ഐസൊലേഷൻ വാർഡിൽ അങ്ങനെ അലവ് ചെയ്യത്തില്ല. എങ്കിലും എനിക്കതിന് പോകാൻ കഴിഞ്ഞതും അതും ദൈവത്തിൻ്റെ ഇടപെടലാണ്. അല്ലെങ്കിൽ പ്രത്യേകം പെർമിഷൻ എടുത്ത് ഒന്ന് പോയി കണ്ടുവരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് അതിനും ദൈവം വഴിയൊരുക്കി തന്നു. ഞാൻ പ്രത്യേക പെർമിഷനൊന്നും എടുത്തില്ലെങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ ആരും സ്റ്റോപ്പ് ചെയ്തില്ല. ഞാൻ എല്ലാ ദിവസവും 2-3 മണിക്കൂർ അവിടെ പോയി നിന്ന് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പറഞ്ഞ പോലെ പോയി എല്ലാം ഓക്സിജൻ അതും 2-3 സ്റ്റെപ്പായിട്ട് 2-3 സ്റ്റെപ്പ് മതി ടോയ്ലറ്റിലോട്ട് പോകാൻ. എന്നാലും പോകാൻ പറ്റത്തില്ല. അവിടുന്ന് ഇതെടുത്തിട്ട് ഒരു ചെയറിൽ ഇടയ്ക്ക് ഇരുത്തും. പിന്നെ അവിടുന്ന് അങ്ങനെ പോയാൽ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റത്തില്ല. വിത്ത് ഫുൾ ഓക്സിജനിലാണ് പോയത്. എന്നാലും അങ്ങനെ ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴെല്ലാം ഈ പ്രാർത്ഥനയുടെ ഒരു ഇതാണ്. പിന്നെ ഞാൻ വൈകുന്നേരങ്ങളിലായിരിക്കും മിക്കവാറും അവിടെ ചെല്ലുന്നത്. ആ സമയത്ത് ഞങ്ങളിങ്ങനെ സൂമിൽ പിള്ളേരും വീട്ടിലെല്ലാവരുമായിട്ടിരുന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലുകയും അങ്ങനെ നിന്റെ കണ്ണുനീരിന് ദൈവസന്നിധിയിൽ വിലയുണ്ട് ശരിക്കും അല്ലേ. ഇവിടെയാണെങ്കിലും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. എനിക്ക് ചില സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയാത്ത സമയത്ത് മോളാണെങ്കിലും ഒട്ടുമേ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കുറച്ച് കട്ട് ചെയ്യുക അങ്ങനെ ഇങ്ങനെ പറയുന്ന അതാ. പക്ഷെ ആ ഒരു സമയത്ത് മോള് ശരിക്കും കൈ വിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഞാനിരുന്ന് ഉറങ്ങിപ്പോവും. ഞാൻ ഇടയ്ക്ക് കണ്ണു തുറക്കുമ്പോൾ അവളിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ജസേച്ചി അന്ന് ജെയിൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നമ്മൾ നഴ്സസ് മിനിസ്ട്രി 24 hours കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. ഒത്തിരി പേര് കൊന്തയിൽ പങ്കെടുത്തു. ചേച്ചി തീർച്ചയായിട്ടും നഴ്സസ് മിനിസ്ട്രിയിലും അല്ലാതെയും ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകൾ പലരും ഇപ്പോൾ പല രാജ്യത്തും UK യിലും അമേരിക്കയിലും ഓസ്ട്രേലിയ അവിടെയൊക്കെ ഉള്ളവരെല്ലാം അവരവരുടെ ഗ്രൂപ്പുകളിൽ ഇട്ട് എല്ലാവരും ഇങ്ങനെ ചെയിൻ റോസറി നടത്തിയും അല്ലാതെയൊക്കെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പേരൻസ് ആണെങ്കിലും ഞങ്ങളുടെ മാതാപിതാക്കൾ 2 മാതാപിതാക്കൾ പ്രായമായവർ അവരൊക്കെ ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നാട്ടിലെ ഞങ്ങളുടെ പള്ളി വികാരി അല്ലാതെ പള്ളിയിലെ കൂട്ടായ്മകളും അങ്ങനെ എല്ലാവരും ശരിക്കും ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. പ്രാർത്ഥനയുടെ ഒറ്റ ശക്തിയാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിത പങ്കാളി എന്നോടുകൂടി ഉണ്ടായിരിക്കുകയായിരുന്നു. എനിക്ക് ശരിക്കും അറിയാം അത്രയ്ക്ക് അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താ പള്ളി. പക്ഷേ പേരൻസ് വീട്ടിലുണ്ട്. പക്ഷെ അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. 60 years എബോവ് ഉള്ളവർക്ക് നാട്ടിൽ പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. എന്നാലും വൈകുന്നേരം കുരിശും തൊട്ടി പോയിരുന്ന അവർ ജപമാല ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ലോകത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഒറ്റ ശക്തിയാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഇപ്പം ജെയിൻ ചേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി. ചേച്ചി എമർജൻസിയിലാണല്ലോ ജോലി ചെയ്യുന്നത്. ഒത്തിരി രോഗികൾ വരുന്നു പോകുന്നു. ഈ ജെയിൻ ചേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതിൽ പിന്നെ ചേച്ചിയുടെ ശുശ്രൂഷ മേഖലയിൽ എന്തെങ്കിലും വ്യത്യാസം ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? അതായത് രോഗികളെ നോക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തെ അറിഞ്ഞ് വളരെ നല്ലതായിട്ട് നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ, എന്നാലും സ്വന്തം ഒരാൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പം ചേച്ചിക്ക് പിന്നീട് മറ്റു രോഗികളെ കാണുമ്പോൾ അവരോടുള്ള മനോഭാവത്തിൽ അത് ശരിക്കും നമുക്കറിയാൻ പറ്റും. നമ്മൾ നേരത്തെ അവരോട് കരുണയോടുകൂടി ഇത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പിന്നെ അതിനുശേഷം ഓരോ രോഗികളെ കാണുമ്പോഴും ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് കോവിഡായിട്ടുള്ള രോഗികളെ കാണുമ്പോഴെല്ലാം ഞാൻ ജെയിനെയാണ് ഓർക്കുന്നത്. ജെയിൻ ആ കടന്നുപോയ അവസ്ഥകളിൽ ഇതേ അവസ്ഥകളിലാണല്ലോ അവരും വരുന്നത്. അവർക്ക് ആരും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും ഇല്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ ഈ ആൾ കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ തീരെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻറ്റിനെ എടുക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈ ഹെൽത്ത് സെൻ്ററിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദൈവം എന്നോട് ക്ഷമിക്കണം. പക്ഷേ എനിക്ക് ആ ഹെൽപ്ലെസ്സാണ്. എനിക്ക് അറിയാം ഇത് ഇച്ചിരി അങ്ങ് കഴിയുമ്പോൾ ഇതിലും ഓക്സിജൻ്റെ ലെവൽ കുറയും. കാരണം അവിടെ ഒരു സർട്ടൻ ഓക്സിജൻ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തുള്ളെന്നുണ്ട്. അപ്പോൾ അവരെ തിരിച്ചു വിടുമ്പോൾ അന്നേരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. കാരണം നമ്മൾ ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകാണ്ട് നമുക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എത്ര പറ്റത്തില്ലെങ്കിലും അവരുടെ ആ ഒരു ആവശ്യങ്ങളിൽ അവരെ ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടി, കാരണം ചിലപ്പോൾ അവർക്കൊന്ന് ഫോൺ വിളിക്കാനായിരിക്കും, അവരുടെ ഫോണിൻ്റെ ചാർജർ ഇല്ലായിരിക്കും, അങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട്. കാരണം അവർക്ക് വേറെ പുറം ലോകമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. അപ്പം നമ്മളാണ് അവരുടെ അടുത്തുള്ള ഒരു ഇത്. അപ്പോൾ അത് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ, എന്നാൽ എമർജൻസിയിലാണെങ്കിലും കുറച്ച് ദിവസം ചിലപ്പോൾ കിടന്നിട്ടായിരിക്കും ബെഡ് കിട്ടി അല്ലെങ്കിൽ ഇവരെ വിടുന്നത്. അപ്പോൾ കോവിഡ് പേഷ്യൻസ് ആണ് കൂടുതലും ഈ സമയങ്ങളിൽ അവിടെ ഉള്ളത്. അപ്പോൾ എന്നാൽ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ അവരെ ഇത് ചെയ്യുമ്പോഴെല്ലാം എല്ലാ എപ്പോഴും മനസ്സിൽ അവസ്ഥ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ട്. ഈ അനുഭവത്തിന് ശേഷം ഇങ്ങനത്തെ ഈ ഒരു അസുഖത്തിൻ്റെ അനുഭവത്തിന് ശേഷം കുടുംബത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട്?
കുടുംബജീവിതത്തിൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നതായതുകൊണ്ട് ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പല ദിവസങ്ങളിലും നമുക്ക് കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലാൻ പറ്റാതെ വരും. അപ്പോൾ ഞാൻ തന്നെ ഞാൻ തന്നെ മൗനമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ പിന്നെ ഷിഫ്റ്റിന് പോവുകയാണെങ്കിലും അതിന് മുമ്പ് പറ്റുന്ന ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു കരണക്കൊന്തെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴെങ്കിലും ഒരു കരണക്കൊന്തെങ്കിലും ചൊല്ലി മുഴുവൻ നമ്മുടെ സന്ധ്യാപ്രാർത്ഥന മുഴുവൻ ചെല്ലാൻ പറ്റിയില്ലല്ലോ, ഒരു കരണക്കൊന്തെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അവസരം ഞങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥന മൗനമായ പ്രാർത്ഥനയായിരിക്കും കൂടുതൽ. മൗനമായ പ്രാർത്ഥനയിൽ ഞാൻ എപ്പോഴും കോവിഡ് രോഗികളെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കാറുണ്ട്, അവരെക്കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും കടന്നുപോയ സിറ്റുവേഷൻ നമുക്കറിയാം. ആ ഏകാന്തത തീർച്ചയായും ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ലോകം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാം. പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഓരോ കൂട്ടായ്മകളും ഈ സ്കൂളിൽ അനുഭവി പോകുന്നതിൽ അങ്ങനെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രായമായവരാണ്. അവരുടെ കണ്ണീരിൻ്റെ വില തീർച്ചയായിട്ടും ഞാൻ അനുഭവിക്കുന്നതെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അമ്മ ഇന്നും കൂടെ പറഞ്ഞതാണ്, ഞങ്ങളുടെ പള്ളിയോട് തൊട്ടടുത്താണ് ഞങ്ങളുടെ അയൽവക്കം വീട്. അപ്പം അമ്മയ്ക്കും അപ്പച്ചനും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ട്. അവർ ഈ സന്ധ്യ മണിയടിക്കുമ്പോൾ അവർ കുരിശും തൊട്ടി പോയിട്ട് രണ്ടാളും കൊന്ത ചൊല്ലിയിട്ട് ഒരു ദിവസം അമ്മയുടെ പ്രാർത്ഥന ഇതായിരുന്നു, എൻ്റെ മകനെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എല്ലാവരും അവർ ഉദ്ദേശിക്കുന്നില്ല, എല്ലാവരും ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഈ വീട്ടിലേക്ക് വരുന്നു അന്വേഷിക്കുക എന്താ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് അവർക്കൊരു എക്സൈറ്റ്, എന്താണ് ഇതെന്താ ഇവരാരും ഞങ്ങളെ അറിയിക്കാത്തതാണോ, വിളിക്കുന്നുമില്ല. അപ്പൊ എൻ്റെ മകനെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് ഓർത്തിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ അത് അമ്മയ്ക്ക് അതൊരു മിറാക്കുലർ അനുഭവമായിട്ട് തോന്നുന്നത്. ദൈവത്തിന്റെ പ്രത്യേക കരുതലും ഇടപെടലും ആണെന്ന് അമ്മ എപ്പോഴും അത് പറയുന്നുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടൽ തന്നെയാണ്. ഞാനത് അനുഭവിച്ചറിഞ്ഞ ആളാണ്. അതുപോലെ ഞങ്ങളുടെ മക്കള് ആ സമയത്ത് എൻ്റെ മോളിവിടെ ഉണ്ടായിരുന്നു. പിന്നെ മൂത്ത 2 ആൺപിള്ളേരുണ്ട്. അവരൊരാൾ ഡൽഹിയിലാണ്, ഒരാൾ കാനഡയിലാണ്. അപ്പോൾ ആ സമയത്ത് അതിനു മുമ്പൊന്നും ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടി ഇന്ന് ചിലപ്പോഴെങ്ങാനും ഫോൺ വിളിച്ചെങ്കിലായി അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ പല സമയത്തല്ലേ. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ കിടന്ന സമയങ്ങളിൽ ഞങ്ങൾ സൂമിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാനവിടെ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയവും അവരെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും പിന്നെ പ്രാർത്ഥിക്കുകയും പിന്നെ അവർ ജയിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി മനസ്സിന് അവർ അല്ലാത്തപ്പോൾ അവർക്കും ടെൻഷൻ, അവരും വിളിക്കുകയും കരയുകയൊക്കെ ചെയ്യും. പക്ഷേ ആ സമയത്ത് ഇതൊന്നും സങ്കടമൊന്നും കാണിക്കാതെ എല്ലാവരും ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത് ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റി. എന്നാൽ അതിന് ശേഷം ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം ജോലിക്ക് പോകുന്ന സമയം പലതായതുകൊണ്ട് അന്ന് ജോലിക്ക് പോകുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സമയം ഒരുക്കിയെടുക്കാൻ പറ്റി. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ സഹനത്തിൻ്റെ വഴിയിലൂടെ നടന്ന് നീങ്ങിയപ്പോൾ കർത്താവിൻ്റെ കരം പിടിച്ച് തന്നെയാണ് നീങ്ങിയത് അല്ലേ. സങ്കീർത്തനം 32:7 പറയുന്നത് പോലെ അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്, അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു, രക്ഷ കൊണ്ട് അവിടുന്ന് എന്നെ പൊതിയുന്നു. ഇത്രയും വലിയൊരു അനുഭവത്തിലൂടെ കടന്നുപോയി ഇന്നിപ്പം നമ്മളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്നും ഇതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അവരോടൊക്കെ എന്താ ചേട്ടനും ചേച്ചിക്കും പറയാനുള്ളത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തു വന്നാലും ജീവിതത്തിലെ എന്തനുഭവങ്ങളും, കൊറോണ ആവട്ടെ ഏത് അനുഭവങ്ങൾ വന്നാലും ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തെ മുൻപിൽ നടത്തിക്കൊണ്ട് നമ്മൾ പുറകെ നടന്നാൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. ഞാനത് നിങ്ങളോട് പറയുന്നത്രേ ഉള്ളൂ. ജയൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക. ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഇന്ന് എൻ്റെ ജയൻ എൻ്റെ കൂടെ ഇരിക്കുന്നത്. എല്ലാ മഹത്വവും ദൈവത്തിന്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിടുമ്പോൾ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല. സങ്കീർത്തനം 94:18 പറയുന്നു, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അവിടുത്തെ കാരുണ്യം എന്നെ താങ്ങി നിർത്തിയെന്ന്. ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്കും അവിടുത്തോട് നന്ദി പറയാം. ജീവിതത്തിലെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ആ സഹനങ്ങളെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി സ്വന്തമാക്കുവാനും നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിലെ സഹനങ്ങളെ സ്നേഹിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി
ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.